യെസ്, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി VSന്റെ ഭൗതികദേഹം സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഒപ്പം മന്ത്രിമാർ, വിവിധ വകുപ്പിൽ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരടക്കമുള്ളവർ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് ദർബാർ ഹാളിൽ നിന്നും. പ്രജിത്ത്, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിശദാംശങ്ങൾ. പ്രജിത്ത്, കേൾക്കാമെങ്കിൽ. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി VSന്റെ ഭൗതികദേഹത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. വിവിധ വകുപ്പ് മന്ത്രിമാരും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ, MLA മാർ, വകുപ്പ് സെക്രട്ടറിമാർ, ചീഫ് സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള നിരവധി പേരും ഇപ്പോൾ ഈ ഭൗതിക ദർശന ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. എനിക്ക് കേൾക്കാമെന്ന് കരുതുന്നു. പ്രജിത്ത്, തുടരാം. നിരവധിയായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലവിലത്തെ സാഹചര്യം തുടരുകയാണെങ്കിൽ മുൻ നിശ്ചയപ്രകാരം 2 മണിക്ക് ഇവിടുത്തെ പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കാൻ കഴിയുമെന്ന് കരുതുന്നില്ല. ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന സാഹചര്യമനുസരിച്ച് ഒരു പക്ഷേ 4 മണിവരെയൊക്കെ ഈ പൊതുദർശനം ദർബാർ ഹാളിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ എല്ലാ മുൻ മുഖ്യമന്ത്രിമാരുടെയും മൃതദേഹങ്ങൾ അതവർ മരിക്കപ്പെടുന്ന സമയത്ത് ഈ രീതിയിൽ പൊതുദർശനത്തിന് ദർബാർ ഹാളിൽ വെക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെയാണ് കേരളത്തിലെ മഹാരഥന്മാരായ മുഖ്യമന്ത്രിക്കൊപ്പം VS ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി ഈ ദർബാർ ഹാളിൽ എത്തിച്ചേരുന്നത്. നിഖിൽ, എക്കോയുണ്ട്. ശാലിനി, ഇപ്പോൾ പൊതുദർശനം ദർബാർ ഹാളിനുള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാർ, വിവിധ വകുപ്പ് മന്ത്രിമാർ, വകുപ്പ് സെക്രട്ടറിമാർ അടക്കമുള്ളവർ VSന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അനന്തപുരി ഒന്നാകെ അങ്ങനെ VS എന്ന തലസ്ഥാനം അനന്തപുരി ഒന്നാകെ അങ്ങനെ VS എന്ന ചുരുക്കെഴുത്തിന് VS എന്ന മുൻ മുഖ്യമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്ത്യപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകളാണ് ദർബാർ ഹാളിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഒരുപക്ഷേ 80 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം 8 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആലപ്പുഴയിൽ നിന്നും ഒരു സംഘടനാ പ്രവർത്തകനായി, ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹം തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ പല നിർണായക തീരുമാനങ്ങളും എടുത്ത, പല നിർണായക തീരുമാനങ്ങൾക്കും വേദിയായ അനന്തപുരി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറിയ പങ്കും അദ്ദേഹം ചിലവഴിച്ച തിരുവനന്തപുരം, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റ്, പാർട്ടി പ്രതിപക്ഷ നേതാവായി നിന്നപ്പോൾ ഒക്കെ സമരം നടത്തിയ സമര നേതാവായി മുൻപിൽ നിന്ന സെക്രട്ടേറിയറ്റ് പരിസരം, ആ സെക്രട്ടേറിയറ്റ് ഇന്ന് കണ്ണീർ കടലാണ്. ഒപ്പം തന്നെ VSനെ യാത്രയാക്കുകയാണ്. പുറത്ത് ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെയൊക്കെ ഓളത്തിലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഈ ഒരു സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളും നിർണായകമായിട്ടുള്ള പല ഫയലുകളും ഒപ്പുവെച്ച ഒരു പ്രധാനപ്പെട്ട ഇടം കൂടിയാണ് ദർബാർ ഹാള്. നമുക്കറിയാം, ചരിത്രം കൊണ്ട് ഒരുപാട് പഴക്കമുള്ള, ചരിത്രം കൊണ്ട് ഒരുപാട് കഥകൾ പറയുന്ന ആ ഒരു ദർബാർ ഹാളിൽ 1869 AD 1869 നിർമ്മിച്ച ആ ഒരു കെട്ടിടത്തിലേക്ക് അങ്ങനെ VS എത്തിയിരിക്കുകയാണ്. നിശ്ചലമായി, ആരോടും പരിഭവമില്ലാതെ, ആരോടും
പറ്റി പറയാതെ, അല്ലെങ്കിൽ ആരോടും വിമുഖത കാട്ടാതെ, അല്ലെങ്കിൽ ആ ഒരു ചിരിച്ച മുഖവുമായി അങ്ങനെ സുഖനിദ്രയിൽ VS നിശ്ചലമായി കിടക്കുകയാണ്. ആ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് ഈ രാവിലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത്, ദർബാർ ഹാളിലേക്ക് എത്തിയത് അദ്ദേഹത്തിനെ കാണാനായി. ഇപ്പോൾ പോലീസുണ്ട്, ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി, കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ, ഒപ്പം തന്നെ വിവിധ വകുപ്പ് മന്ത്രിമാർ അടക്കമുള്ളവരിവിടെയുണ്ട്, വിവിധ കമ്മീഷൻ അംഗങ്ങളുണ്ട്, വിവിധ സർക്കാർ പ്രതിനിധികളുണ്ട്. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങനെ ഒന്നും മിണ്ടാതെ നിശ്ചലമായി VS കിടക്കുകയാണ്. നമുക്കറിയാം, ആൾക്കൂട്ടത്തിൽ VS അങ്ങനെ മിണ്ടാതിരുന്നിട്ടില്ല. അവരോടൊക്കെ സംസാരിച്ച്, അവരോടൊക്കെ കൈകൊടുത്ത്, അവരോടൊക്കെ കുശലം പറഞ്ഞുള്ളൊരു VS-നെ മാത്രമാണ് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് ആരോടും മിണ്ടാതെ VS അങ്ങനെ അന്ത്യയാത്രയ്ക്കായി അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും ഉച്ചയ്ക്ക് 2 മണി വരെയാണ് VS അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്, ഇവിടെ പൊതുദർശനം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം NH വഴി നേരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. 27 സെൻറ്ററുകളാണ്, 27 കേന്ദ്രങ്ങളിലൂടെയാണ് ഇത് പ്രധാനമായും ഭൗതികദേഹം കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഭാഗങ്ങളിലൊക്കെ അദ്ദേഹത്തിനെ കാണാനായി, അദ്ദേഹത്തിന് പുഷ്പചക്രങ്ങൾ അർപ്പിക്കാനായി, അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാനായി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊക്കെ VS-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക ചലനങ്ങൾ നടത്തിയ, നിർണായക ഇടപെടലുകൾ നടത്തിയ മേഖല കൂടിയാണ്. കശുവണ്ടി സമരത്തിനൊക്കെ അദ്ദേഹം കൊല്ലം ജില്ലയിൽ പല ഘട്ടങ്ങളിലും അതിൻ്റെ സമരനായകനായി നിലകൊണ്ടൊരു കാലമുണ്ട്. ഒപ്പം തന്നെ ഈ മൂന്നാറിലടക്കം അദ്ദേഹം എടുത്ത ചില കുടിയൊഴിപ്പിക്കലടക്കമുള്ള നിർണായക നടപടികൾക്ക് കൊല്ലത്ത് നിന്നൊക്കെ പാർട്ടി നേതാക്കന്മാരും പാർട്ടി ജില്ലാ നേതൃത്വമൊക്കെ അദ്ദേഹത്തിനൊപ്പം അണിചേർന്ന സമയമുണ്ട്. കൂടാതെ തന്നെ ശബരിമല വിഷയങ്ങളിലടക്കം നടത്തിയ ചില നിർണായക പരാമർശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. വിശ്വാസത്തെ ചേർത്ത് പിടിച്ച പല ഘട്ടങ്ങളിലും അദ്ദേഹം നിന്നിട്ടുണ്ട്. താനൊരു വിശ്വാസിയല്ല എന്ന് പറയുമ്പോഴും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് VS എടുത്ത ചില നിർണായക നിലപാടുകൾ. 3 മണിക്കൂർ എടുത്ത് ശബരിമലയിൽ മല ചവിട്ടിയ VS-നെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അന്ന് ആരോഗ്യം 82-83 വയസ്സിലാണ് അദ്ദേഹം മല ചവിട്ടുന്നതെങ്കിലും ട്രോളിയും ട്രാക്ടറും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതൊന്നും വേണ്ട, താൻ സഞ്ചരിച്ച് പോകാം, താൻ നടന്നു പോകാമെന്ന് പറഞ്ഞ് ശബരിമലയുടെ കല്ലും മുള്ളും ചവിട്ടി അദ്ദേഹം 3 മണിക്കൂർ എടുത്ത് ശബരിമലയിലെത്തിയ നമ്മൾ കഴിഞ്ഞ അപ്പോൾ അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് നിർണായക തീരുമാനങ്ങൾ, ഒരുപാട് സമരങ്ങൾ, അതിനൊക്കെ നേതൃത്വം നൽകിയ ഒരു സമര നേതാവ്, സമരനായകൻ, വിപ്ലവകാരി, വിപ്ലവ നേതാവ്, രക്തതാരകം എന്നൊക്കെ പറയപ്പെടുന്ന, എന്നൊക്കെ പറയുന്ന അതേ സഖാവ്, അതേ ധീരസഖാവാണ് നിശ്ചലനായി അവസാനമായി അനന്തപുരിയിൽ നിന്ന് യാത്ര പറയുന്നത്, യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം കുന്നുകുഴിയിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ്റെ അരുൺകുമാറിൻ്റെ വേലിക്കകത്ത് വീട്ടിൽ നിന്നും രാവിലെ 8:45 പുറപ്പെട്ട ഒരു വിലാപയാത്ര 9:18 തിരുവനന്തപുരത്ത് ഈ ഒരു സെക്രട്ടേറിയറ്റിൽ ദർബാർ ഹാളിലെത്തിയത്. അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്ന ജനാവലിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു രാവിലെ സമയമാണ്, മഴയുണ്ട്, അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് ആളുകൾ 2 വരികളിലായി അദ്ദേഹത്തിനെ കാണാനായി ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണക്കാർക്ക് ഇവിടേക്ക് എത്തണമെങ്കിൽ പാസ് വേണം, സാധാരണക്കാർക്ക് ഇവിടേക്ക് കയറണമെങ്കിൽ മുൻകൂട്ടിയുള്ള അറിയിപ്പ് വേണം. പക്ഷേ ഇന്ന് VS-നെ കേൾക്കാൻ, ഇന്ന് മുൻ മുഖ്യമന്ത്രിയെ കാണാൻ, മുൻ പ്രതിപക്ഷ നേതാവിനെ കാണാൻ പാസ് വേണ്ട, ഒന്നും വേണ്ട. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രം പാലിച്ച് ആളുകൾക്ക് ഇവിടെ എത്തി VS-നെ കണ്ട് മടങ്ങാം. ഒരുപക്ഷേ ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതുപോലെ 4 വർഷത്തിലധികമായി VS-നെ മാധ്യമങ്ങൾ കണ്ടിട്ട്, പൊതുജനം കണ്ടിട്ട്, അദ്ദേഹം എങ്ങനെയിരിക്കുന്നു, അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാത്ത VS അച്യുതാനന്ദനെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 98-ാം പിറന്നാൾ ആഘോഷത്തിന് ശേഷം പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിലേക്കോ അല്ലെങ്കിൽ പൊതുപരിപാടികളുടെ വേദികളിലേക്കോ ഒന്നും VS അച്യുതാനന്ദൻ എത്തിയിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതീവ കരുതൽ കുടുംബം അദ്ദേഹത്തിന് നൽകിയിരുന്നു. കൊറോണ കാലത്തൊക്കെ തീവ്ര പരിചരണം അദ്ദേഹത്തിന് നൽകി വരികയായിരുന്നു. ഒരു രീതിയിലും അദ്ദേഹത്തിന് അസുഖം ബാധിക്കരുത്, VS-നെ സ്നേഹിക്കുന്നവർക്ക് മുൻപിലേക്ക് അദ്ദേഹത്തിനെ അതേപോലെ തന്നെ ഒരുപാട് നാൾ കൊണ്ടു നടക്കണമെന്ന് ആ കുടുംബം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവരുടെയൊക്കെ മുൻപിൽ ഈ ഒരു 29 ദിവസം ആശുപത്രിവാസത്തിലും അവർ അത്രയധികം ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും ഒക്കെ പങ്കുവെച്ച്
അറിയിച്ചിരുന്നു. VS മടങ്ങി വരും, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് VS മടങ്ങി വരുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷകൾ പങ്കുവച്ച മകൻ അരുൺകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ രാവിലെയോടുകൂടി ആരോഗ്യാവസ്ഥ വീണ്ടും വഷളാകുകയായിരുന്നു. രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം സംഭവിച്ചു. രക്തസമ്മർദ്ദം ഇന്നലെ കുറഞ്ഞു. അതിനുശേഷം പിന്നീടുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാവുകയും വൈകിട്ട് 3:20 അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ VS അച്യുതാനന്ദന് അന്ത്യോപചാരം അർപ്പിക്കാനായി സെക്രട്ടേറിയറ്റിലേക്ക്, ഈ ഒരു ദർബാർ ഹാളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയാണെങ്കിൽ കൃത്യം 2 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്നും പുറത്തേക്കിറക്കും. വിലാപയാത്രയായി തിരുവനന്തപുരം പാളയം വഴി, PMG വഴി, കേശവദാസപുരം വഴി, NH വഴി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. രാത്രി 8 മണിയോടുകൂടി, നിലവിൽ നിശ്ചയിച്ച സമയപ്രകാരമാണെങ്കിൽ രാത്രി 8 മണിയോടുകൂടി ആലപ്പുഴയിൽ എത്തുക, 6 മണിക്കൂർ എടുത്തുകൊണ്ട് ആലപ്പുഴയിലേക്ക് എത്തുക എന്നുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ അതെങ്ങനെയൊക്കെ കൃത്യമായി പോകുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. കാരണം അത്രയധികം ആളുകൾ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം VSനെ കാണാനായി, VSന് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തുമെന്നുള്ളതിൽ സംശയമില്ല. ഒരു പക്ഷേ സമയക്രമങ്ങളിൽ ചില മാറ്റമുണ്ടാകും. ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ വേലിക്കകത്തെ വീട്ടിൽ, പുന്നപ്രയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും ഭൗതികദേഹം ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് നാളെ രാവിലെയോടുകൂടി 9 മണിയോടുകൂടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി DC ഓഫീസിലേക്ക് ഭൗതികദേഹം മാറ്റും. അവിടെയാണ് പിന്നീട് പൊതുദർശനം നടക്കുക. ശേഷം അവിടെ പോലീസ് ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. ശേഷം 3 മണിയോടുകൂടി വലിയ ചുടുകാട്ടിൽ ഒരുപാട് ധീര രക്തസാക്ഷികൾ ഉറങ്ങുന്ന, ഒരുപാട് രക്തസാക്ഷികളുടെ ഓർമ്മകളുള്ള ആ ഒരു വലിയ ചുടുകാടുന്ന ആ ഒരു മണ്ണിലേക്ക്, ആ വിപ്ലവ മണ്ണിലേക്ക് VS അച്യുതാനന്ദൻ അവസാനമായി എത്തും. അവസാനമായി അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര, അന്ത്യവിശ്രമം അവിടെ ആയിരിക്കും. വലിയ ചുടുകാട്ടിൽ ഒരുപാട് രക്തസാക്ഷികൾ, ഒരുപാട് തുടരുക. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി VSന്റെ ഭൗതികദേഹം സെക്രട്ടറി ദർബാർ ഹാളിനുള്ളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വകുപ്പ് സെക്രട്ടറിമാർ, വിവിധ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം ഈ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കും മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.